ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബേസിക് ടു ഫ്ലുവന്റ് ഇംഗ്ലീഷ് ചാലഞ്ചിന്റെ 19ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. 19ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മോഡൽ ഓക്സിലറീസ് അഥവാ മൊഡാൽ ഓക്സിലറീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മോഡൽ ഓക്സിലറീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് കൺഫ്യൂഷൻ വരും. അതായത് ഇതിനകത്ത് ഒരു 13ഓളം ഓക്സിലറീസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഒരു 11 ഓക്സിലറി പഠിച്ചു. മൊത്തം 24 ഓക്സിലറീസ് ആണ് ഉള്ളത്. അതിൽ 11 നമ്മൾ ഏതൊക്കെ പഠിച്ചേ? ഈ കഴിഞ്ഞ ടെൻസുകൾ പഠിച്ച സമയത്ത് നമ്മൾ 11 ഓക്സിലറി പഠിച്ചിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം 24 ഓക്സിലറീസ് ആണെന്ന് പറഞ്ഞു. 24 ഓക്സിലറീസിൽ 11 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാന്ന് പറഞ്ഞു? ആമ ഇസ് ആറ്, ഡു ഡസ് ഡിഡ്, വാസ് വേറ്. ആദ്യം മുതൽ പറ, എണ്ണാൻ പറ്റിയില്ല. ആമ ഈസ് ആറ്, വാസ് വേറ്, പിന്നെ ഹാവ് ഹാസ് ഹാഡ്, ഡു ഡസ് ഡിഡ്. 11 മൊത്തം 11 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ മീനിങ് അറിയാം, ഇത് എവിടെ ഉപയോഗിക്കണം എന്നറിയാം, ഒക്കെ നമ്മൾ കഴിഞ്ഞ ടെൻസുകൾ പഠിച്ചപ്പോൾ പഠിച്ചു. മോഡൽ ഓക്സിലറി അഥവാ മോഡൽ ഓക്സിലറി വെർബത്തെ വില്ല് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഈ 11ാമത്തേൽ ഇടാം. അപ്പൊ 12 പഠിച്ചു. 12 പഠിച്ചു. അപ്പൊ ഇനി 12 കൂടി പഠിക്കാനുണ്ട്. അതില് മൊഡാൽ ഓക്സിലറിയിൽ വരുന്നതാണ് വില്ല് കേട്ടോ. ബാക്കി 12 ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. വില്ല് ഓൾറെഡി നമ്മൾ പഠിച്ചു. വില്ല് പറയാം. വില്ല്, വുഡ്, വുഡ്, ഷാള്, ഷുഡ്, ഷുഡ്, ക്യാന്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ്ഡ് ടു, ഓട്ട് ടു. അങ്ങനെ 13. 13 അല്ല 13 അന്ന് ഈ വില്ല് കൂട്ടി കാണൂല. ഓക്കെ, അപ്പൊ 13 ഓക്സിലറി നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഇതിന്റെ പേര് കേട്ടിട്ടൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മീനിങ്ങും ഇതിന്റെ ഉപയോഗവും നമുക്ക് പഠിക്കാം. 4 വീതം പഠിക്കാം അല്ലേ? ഒരു ക്ലാസ്സിൽ 4. നോക്കാം എങ്ങനെയാ പറ്റുക അതിനനുസരിച്ച് പോലെ. ആദ്യം തന്നെ നമുക്ക് വില്ല് പഠിക്കാം. വില്ല് എന്താണ് നമുക്കറിയാലോ. വില്ല് അല്ലേ? ഞാൻ പോകും, ഞാൻ വരും, ഞാൻ ഇരിക്കും, ഞാൻ കളിക്കും, ഞാൻ ചിരിക്കും. അതായത് വരാനിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ വില്ല് ചേർത്ത് പറയാന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പൊ ഈ വില്ലെന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമ്മളൊരു സെന്റൻസിൽ എവിടെയാ ഫിറ്റ് ചെയ്തത്? ഏത് കഴിഞ്ഞിട്ടാ ഫിറ്റ് ചെയ്തത്? എന്തായിരുന്നു സെന്റൻസിന്റെ ഓർഡർ? ഐ വിൽ ഗോ. വില്ല് എവിടെയാ നമ്മൾ ചേർത്തത്? ഈ സെന്റൻസിന്റെ ഒരു ഓർഡർ ഇല്ലേ? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലേ? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ വില്ല് ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാ ചേർത്ത്? ഐ വിൽ ഗോ. വെർബിന്റെ നാലാമത്തെ ഫോം. സോറി, ഒന്നാമത്തെ ഫോം. ഞാൻ വിചാരിച്ചു 4ാമത്തെ ഫോം. ഇപ്പൊ അതിനകത്ത് ആരാ? 1ാമത്തെ ഫോം. ഐ വിൽ ഗോ. ഗോ എന്ന് പറയുന്നത് പോവുക എന്ന വാക്കിന്റെ 1ാമത്തെ രൂപമാണ്. ഗോ, വെന്റ്, ഗോൺ അല്ലേ? പിന്നെ ഗോസും ഗോയിങ്ങും ഉണ്ട്. ഗോസ് എന്ന് പറയുന്നത് ഗോയിന്റെ കൂടെ നമ്മൾ എസ് ഓർ എസ് ചേർത്തിട്ടാണ് ഗോസ് പറയാ. ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ചേർത്തിട്ട് പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വെർബിനും 5 രൂപങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ്? അതില് V1 ഇപ്പൊ ഗോയാണ് വെർബ് എടുക്കുന്നത്. V1 ഗോ തന്നെയാണ്. V2 വെന്റ് ആണ്. V3 ഗോൺ ആണ്. V4 ഗോയിങ് ആണ്. V5 ഗോസ് ആണ്. അത് V4ഉം V5ഉം നമുക്ക് അത്ര കൺസിഡർ ചെയ്യണ്ട. നമുക്ക് ആദ്യത്തെ 3 എങ്ങനെ വന്നാലും മാറ്റാൻ പാടില്ല. അപ്പൊ V1 ഗോണും, V2 ഗോയും, V3 വെന്റും അങ്ങനെ ആക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൂളുകളൊക്കെ പാളിപ്പോകും അല്ലേ? അപ്പൊ ഇവിടെ എന്തിനാ റൂള് പറഞ്ഞെന്നറിയാമോ? വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ V1 ആണ് ചേർക്കുക. എന്ന് വെച്ചാൽ വെർബിന്റെ 1ാമത്തെ രൂപം ചേർക്കണം. നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട്. അപ്പൊ വില്ല് നമുക്കറിയാലോ, എന്നുള്ള മീനിങ് കിട്ടാനാണ് വില്ല് ചേർക്കുന്നത്. ചെയ്യും എന്നാണ്. ഇനി നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഞാൻ അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുടിക്കുമായിരുന്നു. അതിനർത്ഥം എന്താ? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഊഹിച്ച് ഞാനൊരു പ്രഡിക്ഷൻ ചെയ്യാണ്. അത് എനിക്ക് കിട്ടിയിരുന്നു എങ്കിൽ ഞാനത് കുടിക്കുമായിരുന്നു. അപ്പോൾ
ഞാൻ അവിടെ കുടിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നോ. ഇല്ല. കാരണം അവിടെ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് 100% ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ചേർത്ത് പറയാം. ഞാനത് കുടിക്കും, എനിക്കത് കിട്ടിയാ ഞാൻ എന്തായാലും കുടിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ ഒരാൾ പറയാണ് ഞാനത് കുടിക്കും എന്ന് പറയാണ്, പക്ഷേ ഇപ്പുറത്തെ ഒരാള് ഇംഗ്ലീഷുകാരനാണ്, അയാൾക്ക് അധികം ഒന്നും ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷുകാരനാണെങ്കിലും ഇംഗ്ലീഷ് അധികം ഒന്നും അറിയില്ല. അതുകൊണ്ട് അവൻ പറയാണ് ഞാൻ കുടിക്കും പറയണേ പകരം ഐ വുഡ് ഡ്രിങ്ക് ദാറ്റ് പറയാണ്. അപ്പോ ഇയാൾക്ക് മനസ്സിലാവുമെങ്കിലും അതിന്റെ അർത്ഥം മാറിപ്പോവും. അതായത് കുടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് കുടിക്കും ഉറപ്പുള്ള കാര്യമാണ്. ഞാനത് കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ റിഗ്രറ്റ് അടിച്ച് പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം കിട്ടിയിട്ടില്ല, ഇമാജിൻ ചെയ്ത് പറയാണ്. ഇത് എപ്പോഴാണ് നമ്മൾ പറയാന്നറിയോ? കുടിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയാണ് പരീക്ഷയ്ക്ക് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ ജയിക്കുമായിരുന്നു എന്നാ പറയാ. ജയിക്കുമെന്ന് നമ്മൾ അവിടെ പറയില്ല. കാരണം ഇത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷമല്ലേ പറയണത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ ജയിക്കുമായിരുന്നേനെ, ഒരു പ്രഡിക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുക. അതായത് ചെയ്യുമായിരുന്നു, ആകുമായിരുന്നു എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ. ഇപ്പൊ ഞാൻ പറയില്ലേ, ഞാന് അമ്പലത്തിൽ പോകുമായിരുന്നു, ഇപ്പോ ഞാൻ അമ്പലത്തിൽ പോകില്ല എന്നാണ് അതിനർത്ഥം. ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. ഇപ്പൊ എങ്ങനെ പറയാ? ഐ വുഡ് ഗോ ടു ടെമ്പിൾ. അപ്പോ ഐ വുഡ് ഗോ ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോകുന്നാണെങ്കിലോ ഐ വിൽ ഗോ, ഞാൻ അമ്പലത്തിൽ പോകും. കാര്യത്തിലേക്ക് വന്നു ഞാൻ. അതാ ഞാൻ പറഞ്ഞു വന്നു. വുഡ്, അതാണ് നമ്മൾ പറയണ വുഡ്. വില്ലിന്റെ ചേട്ടനായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷില് വുഡിനെ കാണുന്നത്. ഇത് വില്ലാണ്, ഇതിന്റെ ചേട്ടൻ ഇത്. അപ്പൊ വുഡിനെ നമ്മൾ ഇംഗ്ലീഷില് വില്ലിന്റെ ചേട്ടനായിട്ടാണ് കാണുന്നത്. വില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യും, വുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുമായിരുന്നേനെ, ആകുമായിരുന്നേനെ എന്നൊക്കെയാണ്. സെന്റൻസ് പറഞ്ഞു നോക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയില്ലേ, പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആർമി റിക്രൂട്ട്മെന്റ് റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ ആർമി റിക്രൂട്ട്മെന്റ് അനുഭവം പറഞ്ഞിട്ടുണ്ട് പണ്ട്, അല്ലെ? അപ്പൊ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് അന്ന് എനിക്ക് ആ പങ്കെടുത്ത പരീക്ഷ പാസ്സാവാൻ പറ്റിയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പാസ്സാവാൻ പറ്റിയിരുന്നു എങ്കിൽ ഞാൻ ഇന്നൊരു പട്ടാളക്കാരനാകുമായിരുന്നേനെ എന്ന് പറഞ്ഞൂടെ? അപ്പൊ എങ്ങനെ പറയാം? ഐ വുഡ് ബിക്കം എ സോൾജിയർ. ഞാനൊരു പട്ടാളക്കാരനാകുമായിരുന്നേനെ. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആകുമായിരുന്നേനെ, അല്ലേ? ഐ വുഡ് ബിക്കം എ ഡോക്ടർ. ഈ ആദ്യത്തെ സെന്റൻസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്, അത് ഇംഗ്ലീഷ് പറയാനായിട്ട് വേറെ കുറച്ച് യൂസേജസ് നമ്മൾ പഠിക്കണം കേട്ടോ. ഇഫിന്റെ യൂസേജ് പഠിക്കണം. അതായത് ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചിരുന്നു എങ്കിൽ ഐ വുഡ് ബിക്കം. ഇഫ് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് വിട്ടത്. അപ്പൊ ഞാനൊരു ഡോക്ടർ ആകുമായിരുന്നേനെ, ഐ വുഡ് ബിക്കം എ ഡോക്ടർ. ഞാൻ നന്നായിട്ട് സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു പാട്ടുകാരനാകുമായിരുന്നേനെ, ഐ വുഡ് ബിക്കം സിംഗർ. ഇങ്ങനെ വുഡ് ചേർത്തിട്ട് നമുക്ക് എന്തും പറയാം. അങ്ങനെ ആകുമായിരുന്നേനെ എന്ന് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു സംഭവം നമ്മൾ ഇമാജിൻ ചെയ്ത് പറയാണ്, അല്ലെ? കഴിഞ്ഞു പോയ സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഞാൻ അങ്ങനെ ആകുമായിരുന്നേനെ എന്ന് പറയുന്നതാണ്. ആകുമായിരുന്നേനെ എന്നും പറയാം, ആകുമായിരിക്കും എന്നും പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാണ്, നീ ആ സൈക്കിൾ ഉണ്ടല്ലോ, ഈ വഴി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നീ അപ്പുറത്ത് വീഴുമായിരിക്കും എന്ന് ഞാനിങ്ങനെ ഊഹിച്ച് പറയാണ്. എനിക്ക് ഉറപ്പില്ല നീ വീഴുമെന്ന്. നീ എന്തായാലും വീഴുന്നാണെങ്കിൽ എന്താ പറയാ? അത് വില്ല് വെച്ചിട്ട് പറയും. നീ വീഴുമായിരിക്കും എന്ന് പറയുകയാണെങ്കിലോ വുഡ് വെച്ചിട്ട് പറയും. നീ വീഴുമായിരിക്കും, യു വുഡ് ഫാൾ ഡൗൺ. നീ വീഴുമായിരിക്കും, താഴെ വീഴുമായിരിക്കും. അപ്പോൾ ഈ വുഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വുഡ് നമ്മൾ കഴിഞ്ഞു പോയ സമയത്ത് ഒരു സംഭവം അങ്ങനെ ആകുമായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നേനെ എന്ന് പറയാം. അത് കഴിഞ്ഞു പോയൊരു സംഭവമാണല്ലോ, അതിനെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്ത് പറയാണ്.
അങ്ങനെ പറയാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും. പിന്നെ ഇനി വരാനുള്ളൊരു കാര്യം, അതായത് നാളെ മഴ പെയ്യുകയാണെങ്കിൽ നല്ല തണുപ്പാവുമായിരിക്കും, ഉറപ്പില്ല അല്ലേ? നാളെ മഴ പെയ്യുകയാണെങ്കിൽ നല്ല തണുപ്പാവുമായിരിക്കും എന്ന് ഞാൻ ഇമാജിൻ ചെയ്ത് പറയാണ്. അപ്പൊ അതിന് ഉറപ്പില്ല. 100% ഉറപ്പുണ്ടെങ്കിൽ വില്ലിടും, ഉറപ്പില്ലെങ്കിൽ വുഡ് ഇടും. മനസ്സിലായില്ലേ? 100% ഉറപ്പുണ്ടെങ്കിൽ വില്ലിടും. നാളെ എന്തായാലും നല്ല തണുപ്പുണ്ടാവും. അധികം തണുപ്പില്ല, ഒരു ആകുമായിരിക്കും. പ്രഡിക്ഷൻ നടത്തുന്നത് തണുപ്പാവുമായിരിക്കും. അധികം ഒരു ഇതുമില്ല, ഉറപ്പില്ല, ഉറപ്പുണ്ട്. അങ്ങനെ പറയുമ്പോഴേ നമ്മൾ വുഡ് ഉപയോഗിക്കും. പിന്നെ നമ്മള് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഡ് ഉപയോഗിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തില്ലേ, അതിന് പകരം നമ്മൾ വുഡ് ഉപയോഗിക്കും. വുഡ് യു പ്ലീസ് കം, കുഡ് യു പ്ലീസ് കം. ഇത് രണ്ടും നമ്മൾ റിക്വസ്റ്റിനാണ് ഉപയോഗിക്കുക. വുഡ് ചേർത്താലും കുഡ് ചേർത്താലും രണ്ടും റിക്വസ്റ്റ് ആണ്. അവിടെ ഈ വുഡിന്റെ മീനിങ് എങ്ങനെ വരുമായിരിക്കുമോ ചെയ്യുമോ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതൊരു പ്രയോഗമാണ്. വുഡ് യു പ്ലീസ് കം, വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. അങ്ങനെ കുഡ് ചേർത്തിട്ടോ വുഡ് ചേർത്തിട്ടോ തുടക്കത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു റിക്വസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു വുഡൊക്കെ നമ്മളിങ്ങനെ പഴയ മുമ്പ് എപ്പോഴോ ഒരു സമയത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വുഡ് എടുത്തിട്ടുണ്ട്, പണ്ട് കുറെ എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. റിവിഷൻ. പിന്നെ നമ്മൾ വുഡ് പറയുന്ന വേറെ സംഭവം എന്ന് അറിയോ? ഒറ്റ പ്രയോഗമാണ് ഐ വുഡ് ലൈക്ക് ടു. വുഡ് ലൈക്ക് ടു എന്താണ് അതിന്റെ പ്രയോഗം? ഈ ഇതിനകത്ത് ഐയുടെ പകരം നമുക്ക് ഏത് സബ്ജക്റ്റും ചേർക്കാം. വുഡ് യു ലൈക്ക് ടു എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ രൂപതാണ് വുഡ് ലൈക്ക് ടു, വുഡ് ലൈക്ക് ടു. ഇവിടെ ഈ വുഡിന് യാതൊരു, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മീനിങ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനത് ഒരു കാര്യം അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇപ്പോ ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതിയായി ആഗ്രഹിക്കുന്നു. I would like to have an ice cream. ഞാനൊരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നു. I would like to go to tour. I would like to go for a tour. Tour അല്ല കേട്ടോ, go to അല്ല. I would like to go for a tour. ഞാനൊരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നു, ടൂറിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. മറ്റേ ടൂറിലേക്ക് നയിപ്പോ. മനസ്സിലായില്ലേ? അതാണ് വുഡ് ലൈക്ക് ടുവിന്റെ പ്രയോഗം. നമുക്ക് എന്തോ അതിയായ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വുഡ് ലൈക്ക് ടു ചേർത്ത് പറയാം. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബൈസൈക്കിൾ. ഞാനൊരു സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബൈ എ കാർ. ഞാൻ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ ബൈ മെട്രോ ട്രെയിൻ. അതിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വുഡ് ലൈക്ക് ടു ചേർത്ത് പറയാം കേട്ടോ. അത് അധികം ആഗ്രഹം നമുക്ക് അത്രയും വരണം. ഇപ്പൊ നമുക്ക് ഒരാളെ കല്യാണം കഴിക്കാനൊക്കെ താല്പര്യമാണെങ്കിലൊക്കെ നമ്മൾ ഈ ഐ വുഡ് ലൈക്ക് ടു ചേർത്താണ് പറയാം. ഐ വുഡ് ലൈക്ക് ടു മാരി യു. നമുക്ക് ഒരാളെന്നല്ല എന്തും ഇഷ്ടമാണെങ്കിൽ വുഡ് ലൈക്ക് ടു, ഐ വുഡ് ലൈക്ക് ടു മാരി യു. ഇപ്പൊ ഒരു കടൽ തീരത്ത് ഒരു രാജകുമാരനും രാജകുമാരിയും വരികയാണെന്ന് വിചാരിച്ചു. ഒരു കഥ. അപ്പോ രാജകുമാരി വന്നു, നേരെ രാജകുമാരനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കൈ കൊടുത്തിട്ട് അല്ല തിരിച്ചാക്കാം. രാജകുമാരൻ വന്നിട്ട് നേരെ രാജകുമാരിനോട് ചോദിക്കുകയാണ്, കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിയായ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വുഡ് ലൈക്ക് എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ വില്ലായി വുഡായി. ഇനി പെട്ടെന്ന് നമുക്ക് ഷാള് കൂടി മാത്രം പറഞ്ഞു വെക്കാം. ബാക്കി ഷാളിന്റെ പാസ്റ്റ് ഉണ്ട്, ഷുഡ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഷാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. വുഡിന് നമുക്ക് ലോഡ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ റിവിഷനായി. പക്ഷെ വേറൊരു വീഡിയോയിൽ നമ്മള് കുറെ പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് കേട്ടോ. വുഡിന്റെ കൂടെ നോട്ട് ഇട്ടാൽ മതി. ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളത് ഐ വുഡ് നോട്ട് ലൈക്ക്. വുഡിന്റെ കഴിഞ്ഞിട്ട് നേരെ നോട്ട് ഇടുക. ഏത് സെന്റൻസും നെഗറ്റീവ് ആവും. ഓക്സിലറി എവിടെ കണ്ടോ അതെടുത്തിട്ട് നിങ്ങളുടെ ഓക്സിലറിയുടെ ശേഷം നോട്ട് ഇട്ടാൽ സെന്റൻസ് നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോ ഇപ്പൊ പറയാണ് ഷാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാള് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യമാണ്. ഇനി അത്ര കണ്ട് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാള് പറയും. 100% ഉറപ്പാണ് വില്ലിന്. ഷാളിന് ഒരു 50%, ഒരു 75%. 75% ഉറപ്പില്ല നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഷാള് പറയും. അത് അധികം ഷാള് ചേർക്കുന്നത് നമ്മൾ
സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ്, അതായത് ഹീ ഷീ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഷാള് ചേർത്ത് പറയാം. കാരണം അയാളുടെ കാര്യമാണ്, അയാളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അവൻ വരുമായിരിക്കാം അല്ലേ, വരുമായിരിക്കാം എന്നുള്ളത് പല രീതിയിൽ പറയാം. ഒരു രീതി ഇതാണ്, ഹി ഷാൾ കം, അവൻ വന്നേക്കാം. അവൻ വരും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ ഹി വിൽ കം എന്ന് പറയും. ഹി വിൽ കം എന്ന് പറയും. ഉറപ്പില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഷാള് പറയും. ഇപ്പോ നമ്മള് ക്രിക്കറ്റ് കളിക്കില്ലേ, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് മേലെന്ന് ബോൾ ഇങ്ങനെ വരിക, മേലെന്ന് ബോൾ വരുന്ന സമയത്ത് ആ ബോൾ ഞാൻ പിടിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പില്ല. ഐഷാൾ ഞാൻ പറയാം. കാരണം എന്താ, ഐ വിൽ എന്ന് പറഞ്ഞാൽ ഞാനത് പിടിക്കണം, 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഷാള് പറഞ്ഞാൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. അതാണ് ഐഷാൾ ഞാനേറ്റെന്ന് പറയും. പക്ഷെ അത് ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയേക്കാം. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാലേ അവിടെ നിന്ന് ഞാൻ എന്തായാലും ഞാൻ ഏറ്റവും ഐ വിൽ എന്ന് പോയിട്ട് പറഞ്ഞിട്ട് പിടിക്കുക, അത് കിട്ടിയിരിക്കണം. പക്ഷെ അത്രയും ഹൈറ്റിൽ വരുന്നൊരു സംഭവം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ അപ്പൊ മൂഞ്ചാൻ നിൽക്കണ്ട, ഷാള് പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് ഷാള് കേട്ടോ. അതായത് ഷാള് പറഞ്ഞാ അവിടെ ചിലപ്പോ ചെയ്യും ചിലപ്പോ ചെയ്യൂല എന്നുള്ള കാര്യല്ലേ. അപ്പൊ പിന്നെ അത് ചെയ്തില്ലെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അതെ. അപ്പൊ ഷാള് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം നമ്മൾ ചെയ്യാം. അപ്പൊ ഞാൻ വന്നേക്കാം. ഇപ്പൊ ഒരാള് എന്നെ വിളിച്ച് പറയാണ്, എടി ഞാന് ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് വന്നേക്കാം ഇന്ന്. ഉറപ്പിച്ചില്ല, ഉറപ്പിക്കാതെ ഒരു കാര്യം പറയാണ്. ഇനി വേറൊരാള് വിളിക്കുകയാണ്, ഞാൻ എന്തായാലും എടി ഉറപ്പായിട്ട് നിന്റെ വീട്ടിലേക്ക് വരും പറയാണ്. അപ്പോൾ എന്നെ വിളിച്ച് ഫസ്റ്റ് പറഞ്ഞ ഉറപ്പധികം ഇല്ലാത്ത ആള് വന്നു, ഉറപ്പ് പറഞ്ഞ ആള് വന്നില്ല. അപ്പൊ അയാള് മൂഞ്ചുവോ? പക്ഷെ മറ്റുള്ള മൂഞ്ചൂല. അതാണ് വ്യത്യാസം. അതായത് ഇപ്പോ ഇത്രേ ഉള്ളൂ, നമ്മള് വേറൊരാളെ കാര്യം പറയില്ലേ, അത് ഉറപ്പുണ്ടാവില്ലല്ലോ, നമുക്ക് വലിയ ഉറപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഹീന്റെയും ഷീന്റെ ഒക്കെ കൂടെ ഷാള് വരുന്നത്. നമ്മുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തായാലും ഏതാണ്ടൊക്കെ ഒരു ഉറപ്പുള്ള കാര്യം തന്നെ ആയിരിക്കും പറയാം. അതുകൊണ്ട് ഈ അയ്യോ ദേവി ഈ പറയുന്ന സബ്ജക്റ്റുകളുടെ കൂടെ മിക്കവാറും വില്ലായിരിക്കും വരിക. ഹീ ഷീറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കും എന്ത് വരിക, ഷാൾ വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഷാളിന്റെ ബാക്കി ഉപയോഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഷുഡും ബാക്കി സംഗതികളൊക്കെ വരാനുണ്ട്. ഇത് കുറച്ച് നീളം കൂടി പോകും, അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഡിസ്ലൈക്ക് ചെയ്യാം. ബൈ.